ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് നാടൻ തലക്കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് ആവശ്യമായ സവാള, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, കറിവേപ്പില, അതുപോലെ മുളക് കീറിയത്, ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ലപോലെ വഴറ്റി ഏകദേശം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. നല്ലതുപോലെ മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളെ എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറി ഒരു റെഡ് കളറ് ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതിൻ്റെ വെള്ളം കൂടെ ഒന്നിച്ച് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നന്നായിട്ട് തള വരുമ്പോൾ നമുക്ക് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ തല അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി കുറേശ്ശെയായിട്ട് മീനിൻ്റെ തല അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അതിനകത്ത് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. മുക്കി മീൻസ് ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് സമയം അടച്ച് വേവിക്കുക. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് അതിന് മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് സമയം അടച്ച് വയ്ക്കുക. അപ്പോൾ കഴിക്കാൻ നേരം തുറക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.